നമ്മളെ വണ്ടിക്ക് അങ്ങനെ മൊബൈൽ ചാർജർ ഓഫാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് കൊടുത്ത് ഇന്നലെ രാത്രി സന്ധ്യ ആ ടൈമിൽ മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സോൾഡറിങ്ങിൻ്റെ ബിറ്റ് വെച്ചിട്ട് ഇങ്ങനെ തുളച്ചിട്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് കൊണ്ട് ദ്വാരത്ത് തുളച്ചിട്ട് ഈ ഒരു കട്ട് ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഊരി മാറ്റാൻ നിങ്ങൾക്ക് ആ ഹോൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം ഫിറ്റിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിങ് കൊണ്ട് എടുത്തിട്ടുണ്ട്. അധികം ഗേജുള്ള വയർ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അല്ലെങ്കിൽ മൊബൈൽ ചാർജിങ് കയറില്ല. ഇതേപോലത്തെ അത്യാവശ്യം ഈ ഒരു ലെവലിലുള്ള ഈ ഒരു ഗേജ് വയറേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അധികം കട്ടി പാടില്ല. മൊബൈൽ ചാർജറിൻ്റെ എന്ന് വെച്ചാൽ ഇവിടുന്ന് തൊട്ടിട്ട് കണക്ഷൻ വരുന്ന തൊട്ടിട്ട് ആ എൻഡ് വരെ അത്യാവശ്യം ഗേജ് കുറഞ്ഞ വയറേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് പൊതുവേ എല്ലാ ചാർജറിനും അങ്ങനെയാണ് കാണുന്നത്. ചാർജറിനൊന്നും അധികം കട്ടിയുള്ള വയർ യൂസ് ചെയ്യില്ല, കാരണം പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട്. ആംബിയർ എന്ന് പറഞ്ഞാൽ 3.4 ആംബിയറിലും ഉണ്ട്. അത്യാവശ്യം എന്താ പറയണ്ടേ, കുറച്ചൊരു ഈ ഒരു ടൈപ്പ് വയർ വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി ഇങ്ങനത്തെ വയറുകളാണ് വെക്കുന്നത്. അപ്പോൾ സ്വിച്ചിന് നമ്മൾ ഈ വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബ്ലാക്ക് വയറാണ് കൊടുത്തത്. അപ്പോൾ ഈ സ്വിച്ചൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്, ഹീറ്റ് സ്ലീവൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കീ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ടർ സ്വിച്ച്, ഈ വണ്ടിക്ക് സ്റ്റാർട്ടർ സ്വിച്ച് വരുന്നുണ്ട്, സ്റ്റാർട്ടർ സ്വിച്ചും കൂടി ഓൺ ആക്കിയാൽ മാത്രമേ ഇതിപ്പോൾ റണ്ണാകൂ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ സ്വിച്ച് ഇട്ടിട്ട് നമ്മൾ കീ ഓൺ ആക്കിയിട്ട് എവിടെയും പോയിട്ടുണ്ടെങ്കിൽ ഇത് ചാർജ് അത്യാവശ്യം വലിയും. എന്ന് വെച്ചാൽ മൊബൈൽ കുത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ 2 ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ പവർ എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം തീരുന്നുണ്ട്, ഞാൻ നോക്കിയിന്. പിന്നെ വണ്ടി ഓടുമ്പോൾ അനാവശ്യമായിട്ട് ഇത് ഓണാകുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇതിന് സ്വിച്ച് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാർജറിലേക്ക് പോകുന്ന ഈ റെഡ് വയർ, ഈ പോസിറ്റീവ് വയർ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 അറ്റവും ഈ 2 ബ്ലാക്ക് വയർ കൊടുത്താൽ മതി. അത്യാവശ്യം ഇൻസുലേഷൻ ചെയ്തിട്ട് വെക്കണം, കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോർട്ട് വരാൻ പാടില്ല. അപ്പോൾ സാധാ സ്വിച്ച് കണക്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയൊക്കെ കൊടുക്കുന്നത്, വേറെ ഒന്നുമില്ല, അറിയാനൊന്നുമില്ല. പോസിറ്റീവ് വയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 അറ്റം ഇവിടെയൊക്കെ കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ഇത് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് ഇളകാൻ പാടില്ല, കാരണം എന്ന് വെച്ചാൽ ഇളകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇടയ്ക്കിടെ ഊരിയും എടുക്കാനുള്ള പ്രശ്നം വരും. നമുക്കിതിപ്പം നല്ല ഫിറ്റാക്കി വെച്ചാൽ മൊബൈൽ ചാർജറിൻ്റെ ആ ഒരു പ്രശ്നം എന്താ പറയണ്ട, ഓൺ ചെയ്തിട്ട് ബാറ്ററി പോകുന്നുള്ള ആ ഒരു ഇഷ്യൂ പിന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സ്വിച്ച് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ. നമുക്കിതിനിപ്പോൾ മൊത്തത്തിൽ പണി സെറ്റാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം.